₹1 അല്ലെങ്കിൽ ₹1 ചോട മതി സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇറക്കാൻ. ₹1 ചോട എത്ര? 50 പൈസ? അല്ല, 99,990. വേണ്ട അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട്. അങ്ങനെയാണ് അതിന് മോഡലൊന്നും കൂടുതലല്ലേ ഒരു കൊല്ലം? ഇതിന് 3 ബെനിഫിറ്റ്, അതിന് 1 ബെനിഫിറ്റ്. മാറ്റം കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൺറൂഫ് ഉണ്ട്, അലോയ്സ് വരും, പുഷ്പട്ടം വരും, പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, പുഷ്പട്ടം വരുന്നുണ്ട്. കിലോമീറ്റർ എത്രയായി? വെറും 36,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പെട്രോളാ? പെട്രോൾ ഓട്ടോമാറ്റിക്. മൊബൈൽ നോക്കിട്ട് എത്ര നോക്കി പറഞ്ഞേക്കെ എത്ര കിലോമീറ്റർ തെറ്റിപ്പോണ്ട. നമുക്ക് ഇങ്ങനെ മാറിപ്പോക്കുണ്ട്. അതുപോലെ ഭാവിയിൽ പ്രശ്നമാവുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ ക്ലിയർ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും ക്യാപ്സിൽ എത്തിയിരിക്കുകയാണ് അനസിന്റെ അടുത്ത്. നല്ല അടിപൊളിയാണല്ലോ ഡ്രസ്സിങ്. വേറെ അരുതാണ് കടമായിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ക്യാപ്സിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂർ, മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ തിരുവണ്ണൂർ എന്ന സ്ഥലത്താണ്. അനസേ, ഓണമൊക്കെ കഴിഞ്ഞു, ഓഫേഴ്സ് നിലവിലുണ്ടോ അതോ കഴിഞ്ഞോ? ഓഫേഴ്സ് നിലവിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ കൂടി കൺസിഡർ ചെയ്യാം. ആയിക്കോട്ടെ. ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ ആയിട്ട് ചോദിക്കുന്നത്, അതായത് ടീം ടെക്കിൽ ഇങ്ങനെ കണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് മാത്രമായിട്ട് ഓഫേഴ്സ് എന്ന് പറയുന്നവർക്ക് മാത്രമല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാം വെച്ച് എന്ത് ചെയ്യും? അതെ, ഒരു കാര്യം ചെയ്യാം, ഈ ഒരു വീഡിയോന്റെ എൻഡ് പഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓഫേഴ്സ് ആയിട്ട് പോട്ടെ. 10 ദിവസത്തേക്കും കൂടിയും. എത്ര ദിവസം വരെ? ഒരു 10 ദിവസം കൂടി നീട്ടാം. 10 ദിവസം പറയുമ്പോൾ ഇന്നിപ്പോൾ എത്ര? 9 തീയതി 19 തീയതി വരെ കൊടുക്കാം. 19 തീയതി വരെ എന്തൊക്കെ ഓഫേഴ്സ്? ഒന്ന് മറ്റേ പ്രഷർ പമ്പ്, പിന്നെ 3M കിറ്റുകളുണ്ട്, പിന്നെ സ്ക്രാച്ച് എമ്മിനുണ്ട്. ഓക്കെ. സ്ക്രാച്ച് എമ്മിന് ഉറപ്പായ സമ്മാനം? ഉറപ്പായിട്ട് കിട്ടും. ഉറപ്പായിട്ട് സീറോ ഇല്ല. ഓക്കെ. എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതന്നെ 19 തീയതിക്കുള്ളിൽ ബില്ലിങ് ചെയ്ത് ക്ലോസ് ആവുന്ന കസ്റ്റമേഴ്സ്, ബാക്കി ടോക്കൺ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ല, ബില്ല് ചെയ്ത് ക്ലോസ് ആവുന്ന കസ്റ്റമേഴ്സിന് 19 തീയതി വരെ ഈ പറഞ്ഞ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടത്. ഏറ്റവും നല്ല ഓഫർ വിലപ്പാകാണ്. അതെ, അതാണ് ഏറ്റവും വലിയ ഓഫർ. അതുണ്ടോ? അത് നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാത്തിലും ക്യാഷ് ബാക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസും ഇതൊക്കെ തമ്മിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓണമായിട്ടും പിന്നെ ഈ മന്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടും നമ്മൾ നല്ല രീതിയിൽ ഓഫേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. സ്ഥിരം ആൾക്കാർ തന്നെയാണോ അതോ പുതിയ ഉണ്ടോ? സ്ഥിരം ആൾക്കാർ തന്നെയാണ്. ആയിക്കോട്ടെ, കുടുംബക്കാരൻ. ഓക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യ വാഹനം ഫോക്സ് വാഗൺ ടൈഗൂൺ, ഒരു കോമ്പാക്ട് SUV തന്നെയാണ്. KL 7 രജിസ്ട്രേഷൻ വണ്ടി. GT ഇത് അല്ലല്ലോ? അല്ല, GT അല്ല. നമ്മളെ ഇതല്ല കേട്ടോ, കസ്റ്റമർ ചെയ്ത ഇത് 2023 മോഡല് പെട്രോൾ മാനുവൽ കംഫർട്ട് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സ്റ്റാർട്ടിംഗ് ഓപ്ഷനാണ് കംഫർട്ട് ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ്, വെന്റിലേഷൻ സീറ്റ്, സൺറൂഫ്, വയർലെസ് ചാർജർ, ഇങ്ങനത്തെ പുഷ്പട്ടൺ, ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒഴിവാകും. അതാണ് മെയിൻ ഫീച്ചേഴ്സ് അല്ലേ? അത് ശരിയാണ്. കാര്യപ്പെട്ട എന്തൊക്കെയോ ഉണ്ട്, വേറെ എന്തൊക്കെയോ ഇല്ല. അപ്പോൾ വാറണ്ടി ഇപ്പോൾ 2027 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. ഓക്കെ. ഓട്ടം 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാ വണ്ടിക്കും നമ്മൾ അത്രയും കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന വിലയാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 10-20 കൊടുക്കാൻ പറ്റാത്ത വില അല്ല. ഇത് നിങ്ങൾ അത്രയല്ലേ ചോദിച്ചിട്ടുള്ളൂ, അപ്പൊ ഇത്ര കുറയണ്ടേ ആ രീതിയിലല്ല. കാരണം 10-25 നമ്മൾ ഷോറൂമിൽ വയ്ക്കുന്നത്. 9,90,000 നമുക്ക് കൊടുക്കാൻ പറ്റും. 9,90,000 2023 2027 വരെ കമ്പനി വാറണ്ടിയുള്ള ഫോക്സ് വാഗൺ ടൈഗൂൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ലോൺ ഒരു 8 ലക്ഷം 8,500,000 വരെ ലോൺ കയറും. എന്തായാലും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തതാ വീണ്ടും കോമ്പാക്ട് SUV തന്നെ KIA Sonet KL 86 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ പെട്രോൾ IMT HTX ആണ് ഓപ്ഷൻ വരുന്നത്. 23 മോഡൽ, അതായത് 2026 8 മാസം വരെ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. HTX അല്ല, HTX X പ്ലസ് GT ലൈൻ, അങ്ങനെ 2 ഓപ്ഷനാണ് മേലെ വരുന്നത്. ഇതിൽ ഒരുവിധം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇല്ലാന്ന് പറയാൻ വെന്റിലേഷൻ സീറ്റ് ഇല്ല, വയർലെസ് ചാർജറും ഇല്ല. ബാക്കി സൺറൂഫ്, ബട്ടൺ, ബാക്ക് ക്യാമറ, ടച്ച് സ്ക്രീന്, ഡിഫോഗർ, ഒരുവിധം ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് X ആണ്. ഇതിന്റെ താഴെ HTK പ്ലസ് വരും, K വരും, HTE വരും. അപ്പോൾ ഏകദേശം മിഡിലായിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ. അണ്ടർ വാറണ്ടിയിലേക്കാണ്. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? ഇത് 53.
53,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് 2023. എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ നമ്മൾ 10,50,000 ചോദിക്കണം. പെട്രോൾ IMT അല്ലേ? പെട്രോൾ IMT. ഓക്കെ, ക്ലച്ച് ഉണ്ടാവില്ല. 10,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 2023 മോഡൽ വാഹനം കൊണ്ടുപോകാം. ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ വണ്ടി ഓഫായി പോകുന്നില്ല, നമുക്ക് മാനുവലി ഗിയർ മാറ്റാൻ പറ്റും, പക്ഷേ ക്ലച്ചിൻ്റെ ആവശ്യം ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് തന്നെ. ഓക്കെ, ലോണ് ഒരു 9.5 കിട്ടും. 9.5 റേഞ്ച് എന്തായാലും കിട്ടും. 9.5 റേഞ്ച്, അതായത് ₹1 ഉണ്ടെങ്കിൽ ബാക്കി സുഖമായിട്ട് നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റും. കിയ വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പലർക്കും എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നതാണ്, എന്നാലും പലരും പിന്നെയും ചോദിക്കട്ടെ. കുഴപ്പമില്ല, കാരണം നമ്മൾ വീണ്ടും കിയ എടുക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് അധികം തലവേദന ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ തലവേദന പിടിച്ച പരിപാടി അധികം എടുക്കൂല. അതെ, അത് തന്നെ ആലോചിച്ചാൽ മതി. പിന്നെ ഏറ്റെടുക്കില്ലല്ലോ, പിന്നെ തലവേദന. അപ്പൊ അത്രയും വണ്ടി മാർക്കറ്റിൽ ഇറങ്ങുന്നതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല ഈ ഒരു വണ്ടി ഇങ്ങനെ സെക്കൻഡ് ഹാൻഡിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ എൻക്വയറി അതാണ്. താല്പര്യം എന്തായാലും വിളിച്ചോളൂ. 10,00,000 2023 HTX കിയ സോണറ്റ് കൊണ്ടുപോകും IMT. അടുത്ത വണ്ടി, അടുത്ത വാഹനം MG ഹെക്ടർ പ്ലസ്, ഒരു 6 സീറ്റർ വാഹനമാണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡല്, 12 മാസം മോഡലാണ്. 21 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. പെട്രോൾ ഓട്ടോമാറ്റിക്, ഷാർപ്പ് ടോപ്പിന്റെ വാഹനമാണ്. ഞാൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ മാറ്റം വന്നില്ലല്ലോ? ഇല്ല, പറഞ്ഞില്ലല്ലേ. പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹെക്ടർ പ്ലസ് ആണ്. ഓക്കെ, മൈലേജ് ഒരു 7 to 10. 7 to CVT ആണ്, ചിലപ്പോൾ ഒരു 12 വരെ കിട്ടിയേക്കാം. കിട്ടൂല, CVT ആയതുകൊണ്ട്. AT അല്ലല്ല. ഓക്കെ, ടയേഴ്സ് എല്ലാം പുതിയാണോ? ഫസ്റ്റ് ടയർ ആണ്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം ഉണ്ട്, നല്ല ടയേഴ്സ് ഉണ്ട്. ഓക്കെ, 24,000 കിലോമീറ്റർ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നുമില്ലല്ലോ? അല്ല, കമ്പനി വാറണ്ടി ഓൾറെഡി 5 വർഷം വരുന്നുണ്ട്. 26 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ, 26 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്കിത്? 13,90,000 രൂപ. അതായത് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ ഓട്ടോമാറ്റിക് ഹെക്ടർ പ്ലസ് ആണ് ഏറ്റവും ടോപ്പിന്റെ ഷാർപ്പ്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ആക്ച്വലി 14,000 ഇവിടെ ചോദിക്കുന്നത്. 13,90 നമ്മളൊരു ടോക്കൺ മേടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇന്ന് മേടിച്ചിട്ടുള്ളൂ. അപ്പൊ അതെന്താ വെച്ചാൽ കസ്റ്റമർ ചിലപ്പോൾ ലോൺ പാസ് ആവാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണ് വീണ്ടും. അപ്പൊ ഇതാണ് ഫൈനൽ റേറ്റ്. അതെ, ഇന്നൊരു ടോക്കൺ മേടിച്ചാണ്. ലോണിന്റെ എന്തൊക്കെ പ്രശ്നം കൊണ്ടാണ് വന്നാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ കസ്റ്റമറിന് കൊടുക്കും. അതെ, ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോണൊക്കെ ചിലപ്പം നമുക്കൊരു 90-95, ചിലപ്പോൾ 100 വരെ കിട്ടാം. 90-95 പറയാം. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ഹെക്ടർ പ്ലസ്. അടുത്ത വണ്ടിയിലേക്ക്, അടുത്തത് ഹ്യുണ്ടായി ക്രെറ്റ KL 2 രജിസ്ട്രേഷൻ. അൽക്കാസർ അല്ലേ? ഗ്രില്ല് ചെയ്യാൻ പെട്ടെന്ന്. അതെ, ലുക്ക് എങ്ങനെയാണല്ലോ. ഓക്കെ, അൽക്കാസർ ആണ്, 7 സീറ്റർ വാഹനമാണ്, KL 2. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, പെട്രോൾ ഓട്ടോമാറ്റിക്, പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അതായത് ഏറ്റവും ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. ഓക്കെ, എന്നാലും ഒരുവിധ ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. ഇപ്പം ഫുൾ ഓപ്ഷനായിട്ട് എന്താ വ്യത്യാസം വരിക? എയർ ബാഗിന് എണ്ണത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. മറ്റേത് 6 8? മറ്റേത് 8, ഇത് 4 എയർ ബാഗ് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു വെന്റിലേഷൻ സീറ്റ് ഇതിനും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടോ? വെന്റിലേഷൻ സീറ്റിന്റെ കുറവുണ്ട്. അതെ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത്. സൺറൂഫ് ഉണ്ട്, അലോയ്സ് വരും, പുഷ് ബട്ടൺ വരും, പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ വരുന്നുണ്ട്. കിലോമീറ്റർ എത്രയായി? വെറും 36,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് 36,000 കിലോമീറ്റർ. 2021 മോഡൽ അൽക്കാസർ ആണ്. അതെ, 21 അൽക്കാസർ ലോഞ്ച് ചെയ്തല്ല ആയിരിക്കും. അതെ, യെസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ 7 സീറ്ററോ 6 സീറ്ററോ? 6 സീറ്റർ അല്ല. ഓക്കെ, എത്ര കൊടുക്കാം ഇത് നമുക്ക്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 15,90,000 രൂപ. 15,90 പെട്രോൾ ഓട്ടോമാറ്റിക് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അൽക്കാസർ. ഓക്കെ, പ്ലാറ്റിനം ഓയാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ലോൺ എത്ര കിട്ടും നമുക്ക്? ഏകദേശം ഒരു 14,500 റേഞ്ചൊക്കെ ലോൺ കിട്ടും. 1-1.5 റുപ്യൻ്റെ ഉള്ളിൽ ഫസ്റ്റ് അടിച്ചാൽ ബാക്കി ലോൺ. ഇതിന്റെ മൈലേജ് എങ്ങനെയുണ്ട്? MGന്റെ എത്ര കിട്ടും? MGനേക്കാളും കിട്ടുന്നുണ്ട്, മൈലേജ് കിട്ടും. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ 10 തൊട്ടിട്ട് 15ന്റെ ഉള്ളിൽ അത്രയും കിട്ടും. പെട്രോൾ 15ന്റെ ഉള്ളിലായിട്ട് കിട്ടും നമുക്ക്. MG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 തൊട്ടിട്ട് 12ന്റെ ഉള്ളിൽ ആ റേഞ്ച്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ക്രെറ്റ എന്നൊക്കെ നിങ്ങൾക്ക് അതേ ലുക്കിൽ ഒരു 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് കാണുമ്പോൾ അതാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള 7 സീറ്റർ അല്ലേ? അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്, അൽക്കാസർ കണ്ടു. അടുത്തതാ ക്രെറ്റ, അതിൻ്റെ തന്നെ 5 സീറ്റർ. നേരത്തെ കണ്ടില്ലേ, ഇപ്പൊ ന്യൂ ഷേപ്പ് ക്രെറ്റയിൽ നേരത്തെ അൽക്കാസറിനാണ് ഗ്രില്ല വരുന്നത്. അത് പെട്ടെന്ന് മനസ്സിലാവല്ലോ, പെട്ടെന്ന് കാണുമ്പോൾ ഏതാന്നുള്ളത്.
ഓക്കെ. അപ്പോൾ KL 59 രജിസ്ട്രേഷൻ ക്രെറ്റയാണ്, തളിപ്പറമ്പ് രജിസ്ട്രേഷൻ, കണ്ണൂർ ജില്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ SXO ആണ് വണ്ടി വരുന്നത്. ഓക്കെ. ഇതും സിംഗിൾ ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 23 മോഡൽ അല്ല? 2023 മോഡൽ. ഓക്കെ. വാറണ്ടി ഇപ്പോൾ 2026 8 മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. A to Z. പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെന്ന് കൂടുതലുള്ള മാനുവല്ലേ? എന്ത് മാനുവൽ? ടൈഗർ ഫസ്റ്റ് മാനുവൽ കാണിച്ചു, ഇനി 1-2 മാനുവൽ എന്തായാലും കാണിക്കും. ഓക്കെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇതും പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. അൽക്കാസറിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മൈലേജ് പിന്നെ അത്യാവശ്യം നല്ല ഇതുണ്ട്, എന്താ പറയുക, സ്പെക്ക് ഉണ്ട്. പനോരമിക് സൺറൂഫ്, അതുപോലെ വെന്റിലേഷൻ സീറ്റ്, ടച്ച് സ്ക്രീൻ, 6 എയർ ബാഗ്, 6 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇതിലും വയർലെസ് ചാർജർ എല്ലാം വരുന്നുണ്ട്. വയർലെസ് ചാർജർ എല്ലാം വരുന്നുണ്ട്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അലോയ് വീല്, ടയേഴ്സ് ആവറേജ് ആണല്ലോ. എന്തായാലും അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റയാണ്. എത്ര കൊടുക്കാം നമുക്കിത്? നമ്മളിത് ചോദിക്കുന്നത് 15 ലക്ഷം രൂപ. 15 ലക്ഷം. മറ്റേ അൽക്കസറത്തിൽ നമ്മൾ ചോദിച്ചാൽ 15. അൽക്കസർ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ഇനിയും കൂടി കൺഫ്യൂസ് ആക്കല്ലോ, 1590. അതായത് 1590 ഇത് 15 ലക്ഷം. 15 ലക്ഷം. 15 ലക്ഷമാണ്. 23 ആണ്, അത് 21 മോഡൽ. 23 ക്രെറ്റ നിങ്ങൾക്ക് 15 ലക്ഷം അല്ലേ? 15 ലക്ഷം. ഇതിൽ ആക്ച്വലി ഒരു ബോണറ്റ് മാറിയിട്ടുണ്ട്. വേറെ അത് കസ്റ്റമേഴ്സിന് തന്നെ പോയിട്ട് എടുക്കാം. വേറെ ഉള്ളോട്ടുള്ള ഇമ്പാക്റ്റ് ഉള്ള റേഡിയേറ്ററോ അല്ലെങ്കിൽ വേറെ മേജർ ഫ്രണ്ട് അടി ഒന്നും വന്നിട്ടില്ലല്ലോ. നോർമൽ ഇല്ല, ഗ്ലാസ് മാറി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ബോണറ്റ് മാറിയിട്ടുണ്ട്. അത് കസ്റ്റമേഴ്സിന് തന്നെ ഹിസ്റ്ററി എടുക്കാനും. ലോൺ എത്ര കിട്ടും? നമുക്കൊരു 80-90% എന്തായാലും ലോൺ കിട്ടും. 14 മേലെ തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിൽ അടുത്തത് വൈറ്റ് ക്രെറ്റ KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. ഇതും പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക്. അത് ബ്ലാക്ക്, ഇത് വൈറ്റ്. അത് KL 59, ഇത് KL 55. ആയിക്കോട്ടെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 11 മാസം വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SXO ആണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 26,000 നോർമൽ ഓട്ടം കുറവാണ്. 3 വർഷം കൊണ്ട് അല്ലേ? അതെ. ഓക്കെ. കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. 2027 വരെ വാറണ്ടി ഉണ്ട്. ഓ, അതിനേക്കാൾ വാറണ്ടി ഉണ്ട് അല്ലേ? ഇതിന് 27 വാറണ്ടി ഉണ്ട്. കാരണം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. എക്സ്റ്റെൻഡ് ചെയ്ത് 27 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ലോ കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ല? SX ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി തന്നെ. എത്ര കൊടുക്കാം നമുക്കിത്? ഇതിപ്പോൾ നമുക്ക് മാക്സിമം ഒരു 16 രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും. അതേത്? മറ്റേത് ബോണറ്റ് മാറിയിട്ടുണ്ട്. ഇത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. വളരെ വ്യത്യാസമുണ്ട്. റീപ്ലേസ് പക്ഷെ അതിൽ 53,000 ഓടിയുണ്ട്. കിലോമീറ്റർ പകുതിയേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. മറ്റേനെ താത്തി പറയല്ല, പക്ഷെ മറ്റേന് അതിൻ്റെതായ റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാറണ്ടിയും ഇതിന് 2027 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെയാണ് അതിന് മോഡലൊന്നും കൂടുതലല്ലേ ഒരു കൊല്ലം? ഇതിന് 3 ബെനിഫിറ്റ്, അതിന് ഒരു ബെനിഫിറ്റ്. മാറ്റം കണ്ടില്ല നിങ്ങൾ? ഇത് 22 വണ്ടി അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 23 വണ്ടിയായിരുന്നു. പക്ഷേ അതിൽ കിലോമീറ്റർ ഇതിൻ്റെ നേരെ ഇരട്ടി ഓടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ റീപ്ലേസ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് വില കുറഞ്ഞത്. 23 മോഡലിന്. സെയിം മോഡൽ 22ലേക്ക് വരുമ്പോൾ ഒരു വർഷങ്ങളില്ലാത്ത വണ്ടി ലോ കിലോമീറ്റർ ആയപ്പോൾ 1 lakh കൂടി. അത് 23 മോഡല് ഇപ്പോൾ 26 ഓടിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് മാർക്കറ്റ് 17,000 റേഞ്ച് മാർക്കറ്റ് ഉണ്ട്. അത്ര വലിയ ബന്ധങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ എടുത്ത് കൊടുത്തല്ല, കഴിഞ്ഞല്ല അതിന് മുന്നത്തെ വീഡിയോയിലുണ്ട്. 2 മാസം മുമ്പത്തെ വീഡിയോയിലുണ്ട്. 17,45. റീപ്ലേസ്മെന്റും ഇതും കൊണ്ടാണ്, കിലോമീറ്റർ ഓടിയും കൊണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ പറഞ്ഞാണ്, വേറൊന്നുമില്ല. അതെ. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഡൗട്ട് പലർക്കും ഉണ്ടാവും. പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ലോണ് ഇതിൽ എത്ര കിട്ടും? ഒരു 15 നമുക്ക് 15 റേഞ്ച്, ഒരു 14,500 റേഞ്ച് ലോൺ ചെയ്യാൻ പറ്റും. അത്രേ കിട്ടുമല്ലോ. ചെയ്യാൻ പറ്റും. അടുത്ത MG ഹെക്ടർ KL 41 ആലുവ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ അനുസരിച്ച്? ഇത് 2021 11 മാസം മോഡല്, ഡീസൽ, മാനുവൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അതായത് ഷാർപ്പാണ്. ഡീസൽ വണ്ടി, മാനുവൽ, ഏറ്റവും ടോപ്പിന്റെ മൈലേജ് ഒരു 13-15 റേഞ്ച് മൈലേജ് കിട്ടും. 18 വരെ കിട്ടും. 18 വരെ കിട്ടും. 21 മോഡലാണ്, ടോപ്പിന്റെ ഡീസൽ. അപ്പോൾ രണ്ടും ഉണ്ട് ഇവിടെ. ഓക്കെ. പെട്രോള്. ഹെക്ടർ പ്ലസിൽ ഡീസൽ ഉണ്ടോ കയ്യിൽ സ്റ്റോക്ക്? ഹെക്ടർ പ്ലസിൽ ഡീസൽ ഇല്ല. ഹെക്ടർ പ്ലസിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. വേറെ ഉണ്ട് അല്ലേ? നമ്മൾ കാണിക്കാത്ത വേറെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കിലോമീറ്റർ? ഇത് 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു 1 ഇയറിൻ്റെ അടുത്ത് ഉപയോഗിച്ചു. അപ്പം തിരിച്ച് നമ്മളെടുത്ത് ഓടിയിട്ടില്ല. ഇല്ല, അവർ ആകെ 5,000-6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അവരിപ്പം XUV 700 നോക്കുകയാണ്. അതുകൊണ്ട് മാറ്റിയാണല്ലോ? അതുകൊണ്ട് മാറ്റിയത്. ഓക്കെ. അപ്പോൾ 2021 മോഡൽ ഹെക്ടർ ഡീസൽ ഷാർപ്പ് എത്ര കൊടുക്കാം നമുക്കിത്?
ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 13,90,000 രൂപ. 13,90 ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതേപോലെ വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. 2026 11 മാസം വരെ ഉണ്ട്. അതായത് ഇനി 1 വർഷവും സംതിങ് മന്ത് ബാലൻസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. മൈലേജ് കിട്ടുന്ന ഹെക്ടറാണിത്. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു സെഡാൻ കാറ്റഗറി ഫോക്സ് വാഗൺ വെർച്ചസ് KL 35 പാല രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ടോപ്പ് ലൈൻ അല്ല? അല്ല, ഇത് ഹൈലൈൻ ആണ്. ടോപ്പ് ലൈനിന്റെ തൊട്ട താഴത്തെ ഓപ്ഷൻ താഴെ. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ ബാക്കി? ഇത് 2022 8 മാസം വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഹൈലൈൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ സൺറൂഫ് ഇല്ലാന്നേ ഉള്ളൂ. സൺറൂഫും സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. സീറ്റ് വെന്റിലേഷന് വയർലെസ് ഇതില്ല. പക്ഷേ പുഷ് ബട്ടൺ, സ്ക്രീന്, ബാക്ക് ക്യാമറ, അലോയ് വീല്, അങ്ങനത്തെ ഒരുവിധ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. 22 ഇപ്പോ വാറണ്ടി 4 വർഷം കമ്പനി വാറണ്ടി ഉണ്ട്. 2026 മാസം വരെ. അതായത് ഇനി 1 വർഷത്തിൽ 1 ഇയർ ഏകദേശം 11 മാസത്തേക്കുള്ള വാറണ്ടി ഉണ്ട്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. കിലോമീറ്റർ എത്ര ഓടി? ഇത് 33,000 കിലോമീറ്റർ. 33,000. ആ ഒരു 3 വർഷത്തിന്റെ ഓട്ടം. 3 വർഷമായി കറക്റ്റ്. ആ 3 വർഷത്തിന്റെ ഓട്ടം പോയിട്ടുണ്ട് കറക്റ്റ്. ഓട്ടോമാറ്റിക് AT ആണ് ഗിയർ ബോക്സ് വരാം. മൈലേജ് ഒരു 11 to 14, 15 ഒക്കെ കിട്ടും. സ്ട്രേറ്റ് റോഡ് സത്യം പറഞ്ഞാൽ 17 വരെ കിട്ടും. വെയിറ്റ് കുറവാണ്. അത്യാവശ്യം മൈലേജ് സ്ട്രേറ്റ് റോഡ് നന്നായിട്ടുണ്ട്. സിറ്റിയിൽ നമുക്കൊരു 12-13. അതിപ്പോ ഇനി ഏത് പെട്രോൾ ഓട്ടോമാറ്റിക് അതൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പോ എത്ര കൊടുക്കാം ഇത് നമുക്ക്? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 12,90,000 രൂപ. 12,90. 2022, 2026 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്നത്. ഇനി 1 വർഷം കറക്റ്റ് കമ്പനിയിൽ വാറണ്ടി നിൽക്കുന്ന 33,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് ഹൈലൈൻ വെർച്ചസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്കൊരു 11.5. 11.5 ഒക്കെ ലോൺ കയറും. അതിന്റെ മേലെ കിട്ടും. 11.5 എന്തായാലും നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഒരു ബ്ലാക്ക് ക്രെറ്റ KL 31 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡല് മാനുവൽ പെട്രോൾ ആണ്. വാറണ്ടി കഴിഞ്ഞോ? കമ്പനി വാറണ്ടി കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു. ഓക്കെ, ഇത് 2022 പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 26,000 3 വർഷം. SX ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ, ക്യാമറ എല്ലാം ഉണ്ട്. സീറ്റ് ഇല്ല. വെന്റിലേഷൻ സീറ്റ് വരില്ല. അത്രേ ഉള്ളൂ. എയർ ബാഗിനാണോ കുറയൂല? അതെ. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും അടക്കം പുഷ് ബട്ടൺ അടക്കം എല്ലാം ഉണ്ടാവും. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അതെ. ഓക്കെ, 26 ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. പിന്നെ ചെറിയ ബമ്പർ അല്ലെങ്കിൽ സ്ക്രാച്ച് അങ്ങനത്തെ നേരെ കുറച്ച് ആക്സിഡന്റ് ഇടിച്ച് ബോണറ്റ്, ഡിക്കി, ഗ്ലാസ്, ഡോറ് അങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്കിത്? ഇതിപ്പോൾ നമ്മൾ റേറ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,25,000 രൂപ. 13.4 ലക്ഷം. 2022 മാനുവൽ പെട്രോൾ SX ക്രെറ്റയാണ്. ഒരു 12 ലക്ഷം വരെ കിട്ടും. 12 എന്തായാലും ലോൺ കിട്ടും. എൻ്റെ പേരോടൊക്കെ നോക്കാം. ഇതെല്ലാം മാക്സിമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈലും കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. കാരണം എന്നാലും പറയാണ് സിവിൽ സ്കോർ എല്ലാം ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്തായാലും വാറണ്ടി കഴിഞ്ഞിട്ട് ഇവരുടെ എഞ്ചിൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാനുവൽ ആണ്. പിന്നെ മൈലേജ് പൊതുവെ എത്ര കിട്ടും മാനുവലിൽ? കറക്റ്റൊക്കെ മാനുവലിനൊക്കെ സിറ്റിയിൽ 13 ഒക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. സ്ട്രേറ്റ് റോഡ് വരുമ്പോൾ 16, 17 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പെട്രോൾ വണ്ടിനെക്കാട്ടും മൈലേജ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു വെന്യൂവിന് ഇത്ര മൈലേജ് ഇല്ല. വെന്യൂവിന് IMT ആണെങ്കിലും ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ 10, 12 മാക്സിമം സ്ട്രേറ്റ് റോഡ് കിട്ടിയാൽ തന്നെ 15 കിട്ടുന്നേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും മൈലേജ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഏറ്റവും ന്യൂ ഷേപ്പ് MG ആണ്. MG ഹെക്ടർ പ്ലസ് അല്ലേ? ഓക്കെ, KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. 6 സീറ്റർ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്നത്. പറയുന്ന പോലെ സിംഗിൾ ഓണർഷിപ്പിൽ ഷാർപ്പ് പ്രോ ഫുൾ ഓപ്ഷനിൽ. ഇതിന്റെ മുകളിൽ സാവി വരുന്നുണ്ട്. ആക്ച്വലി അതിലേക്ക് അഡാസ് വരും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ട്. അഡാസ് ഫുള്ളി ആണോ വരുന്നത്? സാവിയില് ഫുള്ളി അഡാസ് വരുന്നുണ്ട്. സാവിയിലേക്ക് പോകുമ്പോൾ നേരെ കുറച്ച് ഇതിലേക്ക് വരുമ്പോൾ ആ അഡാസിന്റെ ഒരു കുറവേ ഉള്ളൂ. ബാക്കി 360 ഡിഗ്രി ക്യാമറ, പനോരമിക് സൺറൂഫ്, 14 ഇഞ്ച് ഡിസ്പ്ലേ, എല്ലാ ഓപ്ഷൻസും, വെന്റിലേഷൻ, സീറ്റ് അടക്കം എല്ലാ ഓപ്ഷൻസും ഇതിൽ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് 23 മോഡൽ 24 രജിസ്ട്രേഷൻ. വാറണ്ടി അപ്പോൾ എത്ര വരെ ഉണ്ടാവും? 2027 വരെ ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടി പറ്റും. 27 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന ഒരു MG ആണ്. കിലോമീറ്റർ എത്രയും? 31,000. 31. ഓക്കെ,
ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7, 10, 12 വരെയൊക്കെ മൈലേജ് കിട്ടും. കാരണം CVT വരാം മാക്സിമം. ഓക്കെ, മൈലേജ് കിട്ടും. എത്രയാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 19,35,000 രൂപ. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഏകദേശം? 28 ലക്ഷം രൂപയോളം ഉണ്ട്. 28 ലക്ഷം. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 9 ലക്ഷത്തിന്റെ മാറ്റം ഏകദേശം വന്നിട്ടുണ്ട്. 9 ലക്ഷം രൂപ മാറ്റം. 8 to 9 ലക്ഷത്തിന്റെ അടക്കം മാറ്റം വന്നു കഴിഞ്ഞു. ഇപ്പോൾ 23 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ ഹെക്ടർ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ലോൺ ഒരു 18 കിട്ടുമോ? കിട്ടും. 18 ലക്ഷം വരെ ചാൻസ് ഉണ്ട്. 18 ലക്ഷം രൂപ വരെ ചാൻസ് ഉണ്ട്. പക്ഷേ 15ന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു IT അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനായിരിക്കും അധികം കിട്ടാനുള്ള ITR ഒക്കെ ഫയൽ ചെയ്യുന്നവർക്കാണ് ചാൻസ് അല്ല. ഓക്കെ, എന്തായാലും താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി അടുത്തത് കിയയുടെ സെൽട്ടോസ്. ഇപ്പുറത്തൊരു കറക്റ്റ് ആയിട്ട് നമ്മൾ അടുത്ത സെൽട്ടോസ് കാണുകയാണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 മോഡൽ ഡീസൽ IMT ആണ് വാഹനം വരുന്നത്. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം, ഓഫായി പോവില്ല. വാറണ്ടി ഇപ്പോൾ എത്ര വരിക? 2026 വരെ ഉണ്ട്. 7 മാസം വരെ 26 7 മാസം വരെ ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും കസ്റ്റമർക്ക്. ഇനിയും 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അതായത് 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് അവരുടെ IMT സോറി IMT. അപ്പോൾ കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്, ഓട്ടോ ഓടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് എന്താ വെച്ചാൽ 20 റേഞ്ച് മൈലേജ് കിട്ടും. ഡീസലാണ്. കൺഫേം ആയിട്ട് 20 റേഞ്ച് മൈലേജ് കിട്ടും കസ്റ്റമറെ സംബന്ധിച്ച്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ലോങ് പോവാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ മേലെ കിട്ടാൻ ചാൻസ് 21, 22 ഒക്കെ റേഞ്ച്, 21 വരെ. മേജർ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി പ്രോപ്പർ സർവീസ് അല്ലാണ്ട് ഇല്ലാണ്ട് വാറണ്ടി കിട്ടില്ല. ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 14,90,000 രൂപ. 14,90,000. ഇത് ഓപ്ഷൻ പറഞ്ഞില്ല ഏതാന്ന്? HTX ആണ്. HTX IMT ഡീസൽ. എനിക്ക് തോന്നുന്നു പുതിയതിനൊക്കെ 20ന്റെ മുകളിൽ റേറ്റ് ഉണ്ട്. 21 അടുപ്പിച്ച് റേറ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഏകദേശം ഒരു 6 ലക്ഷം, 5.5. ആ ഒരു മാറ്റം എന്തായാലും ഉണ്ട്. ശരിയല്ലല്ലോ, ഇപ്പൊ എത്ര ചോദിച്ച? 14,90,000. ശരി, 5.5 ലക്ഷം രൂപ ഒരു മാറ്റം. ഞാൻ പറഞ്ഞു അതിന്റെ മോള് പറഞ്ഞ കൺഫ്യൂഷൻ അടിച്ചു. ഞാനും കൺഫ്യൂഷൻ അടിച്ച. 14,90,000 2023 ഡീസൽ സെൽട്ടോസ് IMT നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഒരു ക്ലെയിമില്ലാത്ത വാഹനം. ലോണ് 90% കയറുമല്ലോ? കയറും. ഓക്കെ, അടുത്തത് ഒരു 7 സീറ്റർ കിയ കാരൻസ് KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ. ഇത് 2022 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ലക്ഷറി പ്ലസ് ആണ് വാഹനം വരുന്നത്. അതായത് സൺറൂഫ് ഒക്കെ ഉള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 28,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ലക്ഷറി പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, എന്താ പറയാ അത്ര ലക്ഷറി ഫീച്ചേഴ്സ് ഉള്ള ഒരു 7 സീറ്റർ. അതെ. മൈലേജ് ഉണ്ടാവുമല്ലോ? അത്യാവശ്യം മൈലേജ് ഉണ്ട്. അത്യാവശ്യം നമുക്കൊരു 15 റേഞ്ചിലൊക്കെ മൈലേജ് ഉണ്ട്. സെൽട്ടോസിനൊക്കെ കിട്ടുമ്പോൾ കിട്ടൂല ഏകദേശം? കിട്ടും. ഇപ്പൊ എന്താ നോക്കിയ കിലോമീറ്റർ ആണോ? കിലോമീറ്റർ ഞാൻ ഒന്നുകൂടി എത്രയാ അതില് കാണാം. മൊബൈൽ നോക്കിട്ട് എത്രയാ നോക്കി പറഞ്ഞേക്കെ എത്രയുണ്ട് കിലോമീറ്റർ? തെറ്റിപ്പോണ്ട. നമുക്ക് ഇങ്ങനെ മാറിപ്പോക്കുണ്ട്. അത് ഭാവിയിൽ പ്രശ്നമാവുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ ക്ലിയർ ചെയ്തു. ഇത് പ്രത്യേകിച്ച് എന്തോ ഒരു പെട്ടെന്നൊരു വെയിറ്റ് കിട്ടി. അതിനേക്കാളും കുറവാ. 17,000 ഓടിയിട്ടുള്ളൂ. 17,000 ലോക്കൽ ഔട്ടർ വണ്ടിയാണ്. ഇതിന്റെ വാറണ്ടി ഇപ്പോ കഴിഞ്ഞിട്ടുണ്ടാവും? കഴിഞ്ഞിട്ടുണ്ട്. അല്ല 2022 9 മാസം കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പം കറക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പോയാൽ അപ്രൂവൽ എടുത്താൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒരു 7 സീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് പെട്രോൾ. എത്ര കൊടുക്കാം ഇത്? 16,25,000 രൂപ. 16.5 ലക്ഷത്തിന് ഒരു 7 സീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് കിയ കാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. അത്രയും ഫീച്ചേഴ്സ് വരുന്ന വേറൊരു 7 സീറ്റർ ഉണ്ടോ ഇന്ത്യയിൽ? ഫീച്ചേഴ്സും ഇത്ര ഉള്ള ചിലപ്പോൾ 7 സീറ്ററിൽ ഫീച്ചേഴ്സ് MG ഉണ്ടാവും അല്ലേ? പക്ഷേ മൈലേജും അതേപോലെ ഇതിന്റെ ഏറ്റവും ബാക്ക് സീറ്റ് അത്യാവശ്യം സ്പേസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു ലോണ് 15 കേരള, നല്ലൊരു 14.5 റേഞ്ച് കയറും. വീണ്ടും കിയ സെൽട്ടോസ് തന്നെ KL 74 രജിസ്ട്രേഷൻ. കുറച്ച് വിട്ടിട്ടാണ് നമ്പർ ഉള്ളത്. അങ്ങനെ വിട്ട് നിർത്തിച്ചതാ, ബന്ധമില്ലാതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, വാഹനം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള HTX. 23 44,000 ഓടിയിട്ടുണ്ട്. ഡീസൽ ആണ്, അതുകൊണ്ട് തന്നെയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ, മൈലേജ് ഓട്ടോമാറ്റിക് ആകുമ്പോൾ എത്ര കിട്ടും? ഒരു 18 20 റേഞ്ച് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കാലും കിട്ടും അല്ലേ? ഓക്കെ, വാറണ്ടി ഇപ്പോൾ 26 8 മാസം വരെ വാറണ്ടി നിൽക്കുകയാണ്. ഓക്കെ, HTX ടോപ്പിന്റെ താഴേക്ക് താഴെ വരുന്ന ഓപ്ഷൻ. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല.
പിന്നെ വയർലെസ് ചാർജർ വരില്ല, 360 ക്യാമറയും വരും. ബാക്കി സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ് വീല്, എയർ ബാഗ് ഉണ്ടോ? ക്രൂയിസ് കൺട്രോൾ, അല്ല എയർ ബാഗ് ഉണ്ട് തോന്നുന്നു. എയർ ബാഗ് ഉണ്ട്, കിയയിൽ വരുന്നുണ്ട്. കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ. ഓട്ടം ആ ഡീസലിന് ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? ഡീസലിന് ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 16,90,000 രൂപ. 16,90,000 2023 ഡീസൽ ഓട്ടോമാറ്റിക് HTX സെൽട്ടോസ് സിംഗിൾ ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 15 നമുക്ക് ഒരു 85-90% ലോൺ ചെയ്യാൻ പറ്റും. അതായത് ഒരു 15 റുപ്യ റേഞ്ച് എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. അടുത്തത് മഹീന്ദ്ര ഥാർ KL 22 രജിസ്ട്രേഷൻ വാഹനമാണ്. ഞാനിവിടെ എപ്പോൾ വന്നാലും ഇവൻ ലേറ്റ് ആക്കിയിട്ട് വിടും. അത് രസമാണല്ലോ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2022 മോഡല്, 23 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ ഓട്ടോമാറ്റിക് വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള LH ഹാർഡ് ടോപ്പ് വണ്ടി. ഓക്കെ. 22 മോഡൽ, 23 രജിസ്ട്രേഷൻ, 18,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. 4x4 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 വരും. 4x4 ആണ്. ഓക്കെ വരുന്നത്. ഓക്കെ. 23 എന്ന് പറയുമ്പോൾ 26 വരെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ. വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു ഥാർ. റോക്സ് നമ്മുടെ കൊണ്ടുവരാത്ത റോക്സ് വന്നിട്ടില്ല, വന്നാൽ എടുക്കും. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, വേറെ ആക്സിഡന്റ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് കഴിഞ്ഞാൽ 14,25,000. 14,00,000 ചോദിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേ, ക്യാഷ് ബാക്ക് ഓഫർ ആയിട്ട് നമുക്ക് ഓണത്തിന്റെ ഓഫർ ഉണ്ടായിരുന്നു. അതിലൊരു 30,000 ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റും. അതായത് 13,90 നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഈ വീഡിയോയിൽ പറയുന്നത് ഫൈനൽ റേറ്റ് അല്ല, ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെ ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. 13,90. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2023 പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 ഥാർ. ഓക്കെ. ലോൺ 90%. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു പഴയ ഷേപ്പ് ക്രെറ്റയാണ്. KL 79 രജിസ്ട്രേഷൻ. അനസേ, ഇത് ഡീസലാ പെട്രോളാ? പെട്രോള് 2019 മോഡല്. പെട്രോൾ SX ആണ് ഓപ്ഷൻ വരുന്നത്. 19 SX ടോപ്പിന്റെ താഴേക്ക് താഴെ പ്ലസ് വരുന്നില്ല. അന്ന് SX പ്ലസ് മാത്രമേ ഉള്ളൂ. SX ഓയിൽ അല്ല. ഓക്കെ. അപ്പോൾ ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ ആണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ മാനുവൽ 2019 കിലോമീറ്റർ കുറവാണ്, വളരെ കുറവാണ്. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 8,45,000 രൂപ. 2019 ക്രെറ്റ 845 SX ആണ് ഓപ്ഷൻ വരുന്നത്. 41,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. പെട്രോൾ മാനുവൽ. മൈലേജ് ഒരു 11-14 ആ റേഞ്ച് ഉണ്ടാവും അല്ലേ? പഴയ ക്രെറ്റ അല്ലേ? 1.6 ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ആ ഒരു 14 വരെ മാക്സിമം പ്രതീക്ഷ. ഇതൊക്കെ ലോങ് ഒരു 14 ഒക്കെ ഉണ്ടാവും. ലോങ് പോകണം തന്നെ. ഓക്കെ. അത്രയും മൈലേജ് കിട്ടും. അപ്പോൾ ലോൺ ഒരു 7-7.5 കിട്ടും. 7-7.5 റേഞ്ച് ലോൺ കിട്ടും. നമുക്ക് ₹1 അല്ലെങ്കിൽ ₹1 ചോട മതി സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇറക്കാൻ. ₹1 ചോട എത്ര? 50 പൈസ അല്ല, 99,990. വേണ്ട. ആയിക്കോട്ടെ. അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ വൈകിട്ടല്ലേ? വേറെ കൂട്ടോ? ഇല്ലല്ലോ. വേറെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ കയ്യിൽ? ഇനി ഒരുപാട് വരുന്നുണ്ട്. സഫാരി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ജീപ്പ് കോമ്പസ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ബലേനോ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ സെൽട്ടോസിൽ തന്നെ മാനുവൽ, ഡീസൽ, പെട്രോൾ മാനുവൽ, പിന്നെ ഡീസൽ IMT, പെട്രോൾ IMT, പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട്. ഏത് വേണമെങ്കിലും വിളിച്ചോളൂ. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ക്യാബ്സ് കാസ്, കോഴിക്കോട്, മാങ്കാവ്, തിരുവണ്ണൂരാണ് ലൊക്കേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലേക്ക് വരിക. കമൻസിലേക്ക് വന്ന് കമൻസ് ചെയ്യുക. എന്ത് തന്നെയാലും അഭിപ്രായങ്ങൾ. മനസ്സിന്റെ തെറി വിളിക്കണെ പോലെ കമൻസിലേക്ക്. ഓക്കെ. അപ്പോൾ എല്ലാവരും കമൻസിലേക്ക് വന്നോളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.